നമസ്കാരം, എല്ലാവർക്കും M2Mലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എത്ര പേരുടെ മക്കളുണ്ട് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്ന സാധനം കാണുമ്പോഴേ എണീറ്റ് ഓടുന്നവർ? ഏത് കറിയിൽ എങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താലും അവരത് എടുത്ത് കളയും. എൻ്റെ മോളും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവരെ പറ്റിക്കാനായിട്ടൊരു സൂത്രപ്പണിയായത് ഈ ഒരു ചമ്മന്തി, അതായത് ക്യാപ്സിക്കം കൊണ്ടുള്ള ചട്നിക്കകത്ത് ഈ ഒരു സാധനം ഉണ്ടെന്നേ ആരും പറയത്തില്ല. എന്നാൽ അതിൻ്റെ ടേസ്റ്റോ 10 ഇഡ്ഡലി തീർന്നു പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതെ, അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: ക്യാപ്സിക്കം, മല്ലിയില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ഉപ്പ്. പിന്നെ വേണ്ടത് കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, കുറച്ച് കായപ്പൊടി, പിന്നെ എണ്ണ. അപ്പോൾ അതാ നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവാള, മല്ലിയില, പച്ചമുളക്, പുളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറി സവാളയും ക്യാപ്സിക്കും ഒക്കെ നല്ലോണം ഒന്ന് വാടി വരുന്നിടം വരെ വഴറ്റിയെടുക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ക്യാപ്സിക്കം എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ മാത്രമേ നമ്മൾ സവാള എടുക്കാവൂ, അല്ലെങ്കിൽ കറിക്കൊരു മധുരമായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ക്യാപ്സിക്കം എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്താൽ മതി. പിന്നെ പുളി എടുക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു 2 പച്ചമുളകാണ് നമ്മളിപ്പോൾ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി മതി. പുളി കൂടിക്കഴിഞ്ഞാലും ഈ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കാണത്തില്ല. നല്ലോണം വഴണ്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഏകദേശം വേണ്ടത്ര ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് ഏകദേശം ഇതുപോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ പാൻ ചൂടാക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇടുന്നുണ്ട്. കടുകൊക്കെ പതുക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉഴുന്നിൻ്റെ നിറമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഓഫ് ചെയ്യാം. നമ്മളിത് ഈ കടുക് പൊട്ടിച്ചതും കൂടെ നമ്മൾ നമ്മുടെ അരച്ച് വെച്ച ചമ്മന്തിയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഒരു മധുരവും ഒരു പുളിയും ചെറിയൊരു എരിവും നമുക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുളക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇനിയിപ്പം ബ്രെഡിലൊരു സ്പ്രെഡായിട്ട് വരെ ഇത് യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഇടണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.